എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ തെവനിൻസ് തിയറത്തെ കുറിച്ചാണ് സംസാരിച്ചത്. എന്താണ് തെവനിൻസ് തിയറം? നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിലൊരു വോൾട്ടേജ് സോഴ്സും ഇൻ സീരീസ് വിത്ത് കറണ്ട് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചുരുക്കാൻ വരുന്ന ഒരു ടെക്നിക്കാണ് തെവനിൻ ഇക്വാലന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു ടെക്നിക്ക് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് നോർട്ടൺസ് ടെക്നിക്ക് അഥവാ നോർട്ടൺസ് തിയർ എന്ന് പറയും. അപ്പോൾ അതിലും ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ കോംപ്ലക്സ് നെറ്റ്വർക്കിന് നമ്മളൊരു നോർട്ടൺ കറന്റ് സോഴ്സും പാരലൽ ടു റെസിസ്റ്റൻസ് നോർട്ടൺ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ഇക്വാലൻ്റ് കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സംഭവത്തിലേക്ക് നോക്കാം. നമുക്ക് ശരിക്കും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാം. പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് പ്രോബ്ലം ചെയ്തേ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. എവിടെന്നെങ്കിലൊക്കെ പ്രോബ്ലംസ് കണ്ടുപിടിച്ച് പഠിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നോർട്ടൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് പറയണത്? നമ്മുടെ തെവനിൻ തിയറം പറഞ്ഞ പോലെയൊക്കെ തന്നെ എനി ലീനിയർ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് കണ്ടെയ്നിങ് വോൾട്ടേജ് സോഴ്സസ് കറന്റ് സോഴ്സസ് ആൻഡ് റെസിസ്റ്റൻസസ്. അപ്പോൾ ലീനിയാരിറ്റി എന്താണെന്നുള്ളത് തെവനിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് പോയി നോക്കുക. അപ്പോൾ വോൾട്ടേജ് സോഴ്സസ് കറന്റ് സോഴ്സസ് ആൻഡ് റെസിസ്റ്റൻസസ് ക്യാൻ ബി റീപ്ലേസ്ഡ് അറ്റ് ദ ടെർമിനൽസ് എ ബി. ഈ പറയുന്ന എ ബി ടെർമിനൽസിൽ ഈ ലോഡ് റെസിസ്റ്റൻസ് മാറ്റിയിട്ട് ബാക്കിയുള്ള ഈ കോംപ്ലക്സ് നെറ്റ്വർക്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്തായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഇക്വലന്റ് കറന്റ് സോഴ്സ് ഐ എൻ എന്ന് പറയുന്ന ഒരു കറന്റ് സോഴ്സും അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസുമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ രണ്ട് സാധനങ്ങളാണ് ഉള്ളത്. നേരത്തെ കേസിൽ ഒരു വോൾട്ടേജ് സോഴ്സും ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ കറന്റ് സോഴ്സ് പാരലൽ ടു റെസിസ്റ്റൻസ്. അതാണ് നമ്മളുടെ ആ നേരത്തെ കണ്ട കോംപ്ലക്സ് നെറ്റ്വർക്ക്. ഈ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കിന് നമ്മൾ ഇങ്ങനെയായിട്ട് മാറ്റി. എന്നിട്ട് നമ്മൾ ഈ ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. ഈ ലോഡ് റെസിസ്റ്റൻസ് ഒരിക്കലും ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവൂല. അതാണ് ഈ ഇക്വാലന്റ് തിയറം പറയണത്. ഈ നോർട്ടൺസ് തിയറം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഇട്ടിട്ട് ഈ ലോഡ് റെസിസ്റ്റൻസിനോട് ഒരു എന്താണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് തന്നേക്കണമെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് ഇതാണ് എനിക്കുള്ള സംഭവം എന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് ഇത്. സെയിം എഫക്റ്റ് ആയിരിക്കും ഈ ലോഡ് റെസിസ്റ്റൻസ് ഈ പറയുന്ന നെറ്റ്വർക്കിൽ കണക്ട് ചെയ്താലും സംഭവിക്കുക എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കറൻറ്റും ഈ റെസിസ്റ്റൻസും ഒക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള ഈ കോംപ്ലക്സ് നെറ്റ്വർക്കിനെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഈ ഒരു നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ആക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ സക്സസ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഐ എൻ ഇസ് ദ കറന്റ് അറ്റ് എ ബി. ഇവിടെയുള്ള ടെർമിനൽ അക്രോസ് ഉള്ള കറണ്ടാണ്. ഈ ആർ എൽ ഇല്ലാതെ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എയും ബിയും നമ്മൾ വയറിട്ട് കണക്ട് കഴിഞ്ഞാൽ എന്ത് കറണ്ടായിരിക്കും എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകുക? അതിനെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് വിളിക്കുക. എ ടു ബി ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ എയും ബിയും ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ എന്ത് കറണ്ടാണ് ഒഴുകുന്നത്? അതാണ് ഈ പറയുന്ന ഐ എൻ. ഇതിനെ എസ് എന്നാണ് എഴുതിക്കണമെങ്കിലും നിങ്ങൾ ഐ എൻ എന്ന് പറഞ്ഞിട്ട് നോർട്ടൻ്റെ കറണ്ടാണെന്ന് മാത്രം സങ്കല്പിച്ചാൽ ഈ പടത്തിൽ അങ്ങനെയാണെന്നുള്ളൂ. അപ്പോൾ അതാണ് ഐ എൻ. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് നമ്മളൊരു ഈ ആർ എല്ലിന് പകരം ഒരു വയറിട്ട് കണക്ട് ചെയ്താൽ ആ വയറിൽ കൂടി ഒഴുകുന്ന കറണ്ടാണ് എന്ത്? ഐ എൻ. ഇനി ആർ എസ് എന്താണ്? ഈ ആറിലെടുത്ത് കളയുക. എന്നിട്ട് അതിന് പകരം ഇവിടുന്ന് എയിൽ നിന്നും നമ്മൾ ബിയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അത് ഈ നെറ്റ്വർക്കിൽ കൂടിയൊക്കെ ഇതിൽ കൂടിയൊക്കെ കടന്നായിരിക്കും ഇവിടെ എത്തുക. അങ്ങനെയെങ്കിൽ ആ നെറ്റ്വർക്കിൽ കൂടി കടന്നു പോകുമ്പോഴത്തേക്ക് അതിന് ഫീൽ ചെയ്യുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം അറ്റ് ടെർമിനൽസ് എ ആൻഡ് ബി വിത്തൗട്ട് ദിസ് റെസിസ്റ്റൻസ് ആർ എൽ. അത് കണ്ടുപിടിച്ചാൽ എന്താണോ അതാണിത്. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ വടമൊക്കെ വരച്ച് നമ്മൾ ഈ പറയുന്ന ആർ എൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആർ എല്ലിന് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഇതാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പിനേഷനാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതാണ് നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം കണ്ടാലേ നമുക്ക് കാര്യങ്ങളൊക്കെ കത്തോളൂ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. എന്താണ്? 5 വോൾട്ട് സോഴ്സ് ഉണ്ട്, 1 ohm 2 ohm 3 ohm 4 ohm ഇതെല്ലാം ഇവിടെ ഇങ്ങനെ നിരന്ന് പിടിച്ച് കിടപ്പുണ്ട്. നമ്മളുടെ ടെർമിനൽസ് ഇക്വാലൻസ് കണ്ടുപിടിക്കുന്ന ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ്. നമ്മൾ നേരത്തെ തെവനിൻ്റെ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. എ ബി ടെർമിനൽസ് ഉണ്ട്, സെയിം എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന ഈ 4 ohm 3 ohm 2 ohm 1 ohm 5 volt ഒന്നും വേണ്ട. ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെയൊരു കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് റീമാപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ എൻ. എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിനെ വിളിക്കുന്ന പേരാണ് ആർ എൻ.
ഇതും എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ജോലി. അപ്പോൾ 2 സ്റ്റെപ്പുകളാണുള്ളത്. RN കണ്ടുപിടിക്കണം, IN കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യമായിട്ട് RN കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വോൾട്ടേജ് സോഴ്സുകളെ ഷോർട്ട് സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. കറണ്ട് സോഴ്സ് ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇക്വാലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എനിവേ നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് ഓപ്പൺ സർക്യൂട്ട് ഈ പറയുന്ന ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് നമ്മളിവിടെ വോൾട്ടേജ് സോഴ്സിനെ റീപ്ലേസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒരു കറണ്ട് ബിയിലേക്ക് എത്താൻ, എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തെല്ലാം വഴികളാണ് അതിൻ്റെ അകത്തുള്ളത്? തീർച്ചയായിട്ടും ഇങ്ങനെ എത്താൻ പറ്റും, ഡയറക്റ്റ് എത്താൻ പറ്റും. പക്ഷേ അത് മാത്രമല്ല, ഇങ്ങോട്ടേക്ക് ഒരു കറണ്ട് വരാം. അപ്പോൾ ദിസ് ബ്രാഞ്ച് ഈസ് പാരലൽ ടു ദിസ് ബ്രാഞ്ച്. ഇങ്ങോട്ടുള്ള മൊത്തം എൻറ്റയർ നെറ്റ്വർക്കിനോട് പാരലൽ ആണ് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ R Norton ഈസ് ഈക്വൽ ടു 4 പാരലൽ ടു എന്താണ് 3+. ബാക്കി എന്ത് പറ്റി? 3+ ഇടാൻ കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഈ 3യിലൂടെ കടന്നു വന്നു. പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. തീർച്ചയായും ജംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഈ 2 ബ്രാഞ്ചുകളും പാരലൽ ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് വേറെ റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പാരലായിട്ട് വരും. അതെല്ലാം തന്നെ കൂടി ഇക്വാലൻസ് ആയിരിക്കണം ഈ പറയുന്ന പാരലൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ അത്രയും കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 1 Ohm 2 Ohm പാരലൽ ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3+ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 പാരലൽ ടു 2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ബ്രാക്കറ്റൊക്കെ ക്ലോസ് ചെയ്തു. ഇനി നമുക്കിത് കണ്ടുപിടിക്കാം. എന്താണ് സംഭവം? 4 പാരലൽ ടു നമ്മൾ ചെയ്താണോ? ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 1 × 2 ഈസ് 2/1 + 2 അല്ലേ? 1 × 2 ഒന്ന് എഴുതി വെച്ചേക്കാം ഞാൻ. 1 × 2 / 1 + 2 അതാണ് നമ്മളുടെ സംഭവം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തിട്ട്? 4 പാരലൽ ടു 3+ എന്താണ് 2/3 എന്ന് പറയും അല്ലേ? ഇത് ബ്രാക്കറ്റ്. ശരി, ഇനി നമുക്ക് എന്താണ് അതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ 4 പാരലൽ ടു 3 + 2/3 എന്ന് പറഞ്ഞാൽ 9 + 2/3 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 4 പാരലൽ ടു, ഇതൊക്കെ ബ്രാക്കറ്റ് ഇട്ട് വെച്ചേക്കട്ടെ. 4 പാരലൽ ടു 9 + 2 ഈസ് 11/3. അപ്പോൾ ഇത് വിച്ച് ഈസ് ഈക്വൽ ടു 4 × 11/3 / 4 + 11/3 R1 R2/R1 + R2 അതാണ് ആ സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉണ്ട് എന്താണ് 44/3 / 12 + 11 that is 12 + 11 / 3 and that will give you 44 / 23 അല്ലേ? Let's find it out. 44 / 23 is 1.91. Okay, that much ohms. ഇതാണ് നമ്മളുടെ വാല്യൂ. സോ വിൽ ബി റൈറ്റിംഗ് ദിസ് ആസ് 1.91 ohms. ഇതാണ് നമ്മളുടെ ഉത്തരം. ഒരു ഉത്തരമായിട്ടുള്ളൂ. ഇനി ഒരു ഉത്തരം കൂടി കണ്ടുപിടിക്കാനുണ്ട്. എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ കറണ്ട്, നോർട്ടൺ കറണ്ട്. നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കണം. ശരി, നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ AB ടെർമിനൽസിൻ്റെ ഷോർട്ട് സർക്യൂട്ട് വേർഷൻ എടുക്കുക. അവിടെ നിന്ന് ലോഡൊക്കെ മാറ്റിയിട്ട് അതിന് പകരം ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഈ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ടാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് കറണ്ട് വരണമെങ്കിൽ എവിടെ നിന്ന് കറണ്ട് വരണം? ഈ ജംഗ്ഷനിൽ നിന്ന് വരണം അല്ലേ? ആ ജംഗ്ഷനിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ഉള്ളപ്പോൾ, സൂപ്പർ ഹൈവേ ഉള്ളപ്പോൾ നമ്മൾ ആരെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ വഴി കൂടി പോകുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ കറണ്ട് എല്ലാം കൂടി ഇവിടെ വരുന്ന കറണ്ട് എല്ലാം കൂടി നേരെ ഇതിലേ വരും. വിച്ച് മീൻസ് ദാറ്റ് ഈസ് എഫക്റ്റീവ്ലി ബൈപ്പാസിങ് 4 Ohm. അപ്പോൾ പാരലലായിട്ട് നമുക്കൊരു ഷോർട്ട് സർക്യൂട്ട് നടപ്പണമെങ്കിൽ തീർച്ചയായിട്ടും എൻറ്റയർ കറണ്ട് ദാറ്റ് ഈസ് കമ്മിങ് ടു ദിസ് ജംഗ്ഷൻ വിൽ ഫ്ലോ ത്രൂ ദിസ് ഷോർട്ട് സർക്യൂട്ട്. അല്ലാതെ ഈ 4 Ohm അത് മൈൻഡേ ചെയ്യില്ല. അപ്പോൾ 4 Ohm ഈസ് ലൈക്ക് അവിടെ ഇല്ലാത്ത പോലെയാണ് 4 Ohm. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട്, അതായത് 3 Ohmലേക്ക് വരുന്ന കറണ്ട് എഫക്റ്റീവ്ലി കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് തന്നെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്ന കറണ്ട്. കാരണം എന്താണ്? 4 Ohm കൂടി ഷോർട്ട് സർക്യൂട്ട്, ഇപ്പുറത്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ 4 Ohmലൂടെ കറണ്ട് പോവില്ല, എല്ലാം കൂടി ഇതിലേക്കൂടെ പോവുള്ളൂ. അപ്പോൾ കറണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ഇവിടുന്ന് വിട്ട സാധനം എങ്ങനെയെങ്കിലും തിരിച്ചു ഇവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനിങ്ങനെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? ഏറ്റവും എളുപ്പത്തിൽ ഇതിലേക്കൂടി പോരാം, നേരെ ഇതിലേക്കൂടി പോരും.
അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ടുള്ള പ്രത്യേകതയാണ് അത്. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ആണെങ്കിൽ പോലും കുറച്ച് കറണ്ട് ഇങ്ങോട്ടും കുറേ കറണ്ട് ഇങ്ങോട്ടും ആയിരുന്നു തന്നെ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒട്ടും കറണ്ട് വരാത്തതിന് കാരണം ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. അതാണ് നമ്മുടെ ഈ പറയുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷനിലേക്ക് വരുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണം. ആ ഡയറക്ഷനിലുള്ള കറണ്ട് എവിടെ നിന്നാണ് വരണത്? ഇവിടെ നിന്നാണ് വരണത്. ഇത് ഇവിടെ വന്നിട്ട് ഈ ജംഗ്ഷനിൽ സ്പ്ലിറ്റ് ആവണതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കറണ്ട്, ഈ വരുന്ന കറണ്ട് എത്രയെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ അറിയും? നമ്മുടെ ഈ 5 വോൾട്ട് സോഴ്സ് ഇവിടെ കിടക്കണോണ്ടാണ് ആ കാര്യം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ 5 വോൾട്ട് സോഴ്സ് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഇതിന് ഫീൽ ചെയ്യുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് അറിയണം. നമ്മൾ മുന്നേ നമ്മളുടെ ഇതിന് ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെറ്റ്സ് സേ ഇറ്റ് ഈസ് 5 വോൾട്ട് ഇതാണ്, ആൻഡ് യു ഹാവ് ആൻ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ആർ ഡാഷ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നോട്ടേഷനൊക്കെ തന്നെ കൊടുക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ആർ ഡാഷ്? ആർ ഡാഷ് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ നിന്നുള്ള കറണ്ട് ഇവിടെ എത്താനായിട്ട് എടുക്കുന്ന വഴികൾ നമ്മൾ ട്രേസ് ചെയ്താൽ മതി. സോ ദ കറണ്ട് വിൽ സ്റ്റാർട്ട് ഫ്രം ഹിയർ. അത് 1 ഓമിലൂടെ കടന്നു പോയിട്ട് ഈ ജംഗ്ഷനിലെത്തുന്നു. ജംഗ്ഷനിലെത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, 1 ഓമിലൂടെ കടന്നു പോകുമ്പോൾ ദാറ്റ് ഈസ് 1+. എന്നിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് തുറക്കുക, ബിക്കോസ് ഇറ്റ് റീച്ച് ദ ജംഗ്ഷൻ. ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും? ഒരെണ്ണം ഈ 2 ഓമിലൂടെ വഴി ഇവിടെ തിരിച്ചെത്തുന്നു, മറ്റേത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് പാരലൽ ടു ദിസ് 2 ഓം ഈസ് പാരലൽ ടു ദ റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ട്. 2 ഓം ഈസ് പാരലൽ ടു റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ട്. അപ്പോൾ എന്താണ് ഈ റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങോട്ട് 3 ഓമിലേക്ക് വരുന്നതാണ്. ഈ 3 ഓമിലൂടെ വരുന്ന സാധനം എങ്ങോട്ടാണ് പോകുന്നത്? 4 ഓമിലോട്ട് പോകുമോ? ഇല്ല. നമ്മൾ പറഞ്ഞ പോലെ ഷോർട്ട് സർക്യൂട്ട് വഴി ഇപ്പുറത്തേക്ക് തിരിച്ചെത്തിക്കോളൂ. അപ്പോൾ ദാറ്റ് ഈസ് 4 ഓം അവിടെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ യു ക്യാൻ എഫക്റ്റീവ്ലി ഈ ഒരു സർക്യൂട്ടിൽ 4 ഓമിൻ്റെ അടുത്ത് കളയണ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് 4 ഓം വരച്ചില്ലേലും കുഴപ്പമില്ല, കൺഫ്യൂഷൻ മാറാൻ വേണ്ടി. ഈ ഒരു കേസിൽ കേട്ടോ, ഈ ഒരു കേസിൽ ഈ സാധനം കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു എഫക്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇവിടെ 3 ഓം മാത്രമായി മാറും. ഓക്കെ, ഈ 3+4 എന്നുള്ള എഫക്റ്റ് വരില്ല. അപ്പോൾ ദാറ്റ് ഈസ് യു വിൽ റൈറ്റ് ദിസ് ആസ് 2 പാരലൽ ടു 3. ഇതാണ് നമ്മളുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ആൻഡ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. 2 × 3 ഡിവൈഡഡ് ബൈ 2 + 3 എന്താണ്? ഇതെല്ലാം സിമ്പിളല്ലേ. 1 + 6/5 എന്ത് സാധനമാണ്? 5 + 6 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്ത് കിട്ടി? 11/5. നമുക്ക് കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് 11 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.2. അതാണ് ഇവിടുത്തെ 2.2 ഓംസ്. അതാണ് നമ്മളുടെ സംഭവം. ഈ ആർ ഡാഷ് കിട്ടി. ഇനി നമുക്ക് ഈ കറണ്ട് അറിയണം. ഈ 5 വോൾട്ട് സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് അറിയണം. ആ കറണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഓംസ് ലോനെ തന്നെ പിടിക്കും. ഓംസ് ലോ എന്താ പറയണത്? വോൾട്ടേജ് അറിയാം, റെസിസ്റ്റൻസും അറിയാമെങ്കിൽ പിന്നെ നീ എന്തിനാണ് മുകളിലോട്ട് നോക്കിയിരിക്കുന്നത്? നിനക്ക് വോൾട്ടേജും റെസിസ്റ്റൻസും വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്തുകൂടെ? അപ്പോൾ കറണ്ട് കിട്ടൂല എന്നുള്ളതാണ് നമ്മുടെ ഓംസ് ലോ. തീർച്ചയായിട്ടും നമ്മളത് അപ്ലൈ ചെയ്യുന്നു. അവർ കറണ്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 5 വോൾട്ട് ഡിവൈഡഡ് ബൈ 2.2 ഓംസ്. അപ്പോൾ എന്ത് കിട്ടും? അതായത് ആർ ഡാഷ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് നോക്കാം. 5 ഡിവൈഡഡ് ബൈ 2.27 എന്ന് കിട്ടും. അപ്പോൾ 2.27 ആംബിയർ ഇതാണ് നമ്മളുടെ കറണ്ട്. അപ്പോൾ ആ സാധനമാണ് ഈ പുറത്തേക്ക് വരുന്നത്. I is equal to 2.27 ആംബിയർ. ഇത് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം എന്താണ്? അവിടെ ഈ പറയുന്ന ഈ ഒരു 4 ഓം നെഗ്ലക്റ്റ് ആവണില്ല മറ്റേ കേസിൽ. പക്ഷേ ഈ കേസിൽ 4 ഓം നെഗ്ലക്റ്റ് ആയി പോകുന്നുണ്ട്. ഏത് തെവനിൻ്റെ കേസിലും നോർട്ടൻ്റെ കേസിലും നമ്മളുടെ വ്യത്യാസമാണ് ഈ പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2.27 ഇവിടെ ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? ഇനി നമുക്ക് അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്ര വരണ്ടെന്ന് നോക്കണം. കാരണം എന്താണ്? അതാണ് നമ്മളുടെ നോർട്ടൺ കറണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ട്രിപ്പിൽ പരിപാടി തരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ ചെയ്യണം ദ ലോ ഓഫ് കറണ്ട് ഡിവിഷൻ. മെയിൻ കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇതില്ല. അപ്പോൾ 2 പാരലൽ ടു 3 ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ മെയിൻ കറണ്ട് ഡിവൈഡഡ് ബൈ മെയിൻ കറണ്ട് 2.27. അപ്പോൾ ഞാനത് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ്? നോർട്ടൺ റെസിസ്റ്റൻസ് അല്ല, നോർട്ടൺ കറണ്ട്. മെയിൻ കറണ്ട് ദാറ്റ് ഈസ് I ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 2 + 3. 4 ഇല്ല. എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? 2.27 ഡിവൈഡഡ് ബൈ 2 + 3 ദാറ്റ് ഈസ് 5 അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നോർട്ടൺസ് കറണ്ട് കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2.27 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും നോക്കാം. 2.27 ഡിവൈഡഡ് ബൈ 5
അപ്പോൾ അത് ചെയ്താൽ 0.454 എന്ന് കിട്ടും. അപ്പോൾ 0.45 അത്ര ആംബിയർ. ഇതാണ് നമ്മളുടെ നോർട്ടൺസ് കറണ്ട്. ഓക്കെ, നല്ല സാധനം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർട്ടൺ കറണ്ട് കിട്ടി. 0.45 ആംബിയറാണ് നമുക്ക് നോർട്ടൺ കറണ്ട്. 0.45 ആംബിയർ. ഇതാണ് നമ്മളുടെ നോർട്ടൺ ഇക്വലൻ്റ് കറണ്ട്. അത് നമ്മളുടെ കംപ്ലീറ്റ് കാര്യങ്ങളും പൂർത്തിയായി. അപ്പോൾ എന്തായാലും തെവനിൻ ആയാലും നോർട്ടൺ ആയാലും ഇതുപോലൊരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ പറയുന്ന സർക്യൂട്ട് ഒന്ന് വരച്ചു വെച്ച് കാണിക്കുക. അതിനകത്ത് ഈ പറയുന്ന നോർട്ടൺ കറണ്ട് എന്താണെന്നും നോർട്ടൺ റെസിസ്റ്റൻസ് എന്താണെന്നും നമ്മൾ കണ്ടുപിടിച്ചത് വാല്യൂസ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. ഇതോടുകൂടി ആ പ്രോബ്ലം തീരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് നോർട്ടൺ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. തെവനിൻ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യണത്, ഇക്വാലൻസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നോർട്ടൺ സൈഡും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. ഇത് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് തന്നെ പഠിക്കണം. ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിവിടെ 2 ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ഏതാണ്? RN ഇവിടെ നിന്ന് നോക്കിയാലുള്ള ഇക്വാലൻസ് കണ്ടുപിടിച്ച് പിന്നെ ഇപ്പുറത്തുനിന്ന് കറണ്ട് വരുന്നത് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന 5 വോൾട്ട് സോഴ്സിന് ഇവിടെ നിന്ന് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളതെന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 റെസിസ്റ്റൻസ് ഇക്വാലൻസും നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് മാറിപ്പോരുത് എങ്ങനെയാണെന്നുള്ളത്. അത് അങ്ങനെ മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കണം. അല്ലാതെ അത് മാറില്ല, ആ കൺഫ്യൂഷൻ മാറില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ആദ്യം എൻ്റെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കി മനസ്സിലാക്കിയ ശേഷം ഇതിൻ്റെ അടുത്ത ഗ്രേഡിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്തെങ്കിലും കൺഫ്യൂഷനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ നോർട്ടൺ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്ന രീതി. ഓൾ റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒഴിഞ്ഞിടക്കുന്ന ഒരു കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് കാണാം. കാരണം എൻ്റെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് അതിനകത്ത് കമൻറ്റ് അയച്ചു കഴിഞ്ഞാൽ ആരും കാണാൻ പോകണമെന്നില്ല. പൊട്ടത്തരമായാലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തു. കാരണം എല്ലാവരും പൊട്ടത്തരങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സക്സസ് ആയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലേക്കുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ലിങ്ക് നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ആ ലിങ്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് കയറി വയ്ക്കാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. വീണ്ടും കാണാം പുതിയ വീഡിയോയിൽ. ബൈ.